കൂട്ടുകാരെ, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഓപ്പൺ പോഴ്സ് ഒക്കെ ചുരുങ്ങാനും അതുപോലെ പാടുകളൊക്കെ മായ്ക്കാനും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഒറ്റ ഐറ്റം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതേ ഗൈസ്, കാരണം എന്താണെന്നറിയും, നമ്മുടെ കറ്റാർ വാഴയ്ക്കകത്ത് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി ഘടകങ്ങളുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ കറ്റാർ വാഴ ഇപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് പറിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ പറിച്ചുകൊണ്ട് വന്ന ഭാഗത്തു നിന്നായിട്ട് മഞ്ഞ കളറിലുള്ള ഒരു കറ വരും കേട്ടോ. ഈ കറ ഇങ്ങനെ കയ്യിൽ പറ്റിയാലോ മുഖത്ത് പറ്റിയാലോ ഒക്കെ ചിലരിലൊക്കെ ചൊറിച്ചിൽ കണ്ടുവരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നോക്കി കണ്ട് മാത്രം ഇത് ഹാൻഡിൽ ചെയ്യുക കേട്ടോ ഗൈസ്. അങ്ങനത്തെ ഈ കറ്റാർ വാഴയുടെ ഈ പുറമേ ഉള്ള പച്ച ഇതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി ഒന്ന് കറ്റാർ വാഴയൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. കാരണം ഇതിങ്ങനെ ഭയങ്കര വഴുവഴുത്തതായതുകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാൻ നേരത്ത് കൈയൊക്കെ മുറിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. അതുകൊണ്ട് നോക്കിയൊക്കെ മുറിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഈ കറ്റാർ വാഴയിൽ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല വെള്ളത്തിൽ ഒരു 5-6 തവണ അലമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ചെറിയൊരു പീസ് കറ്റാർ വാഴയുടെ ഇതെടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് പിഴിഞ്ഞ് കൊടുത്ത് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഘടകങ്ങളുണ്ട് നമ്മുടെ കറ്റാർ വാഴയ്ക്കകത്തുനിന്ന് നോക്കാം കേട്ടോ. വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ പരിപരുത്ത ചർമ്മത്തെ ഒന്ന് മൃദുലമാക്കുന്നുണ്ട്. നമ്മുടെ ചർമ്മത്തിലെ പാടുകളും കലകളും ഒക്കെ മാറ്റുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് തന്നെ ഉണ്ട്. അതുപോലെ നമ്മുടെ മുഖത്തിന് നല്ല തണുപ്പ് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് നല്ലോണം മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മളൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ മുഖത്തിനൊരു തിളക്കം എല്ലാം കിട്ടിയതുപോലെയും മുഖമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആഴ്ചയിൽ 1-2 തവണ ഇതെല്ലാവർക്കും ഉപയോഗിച്ച് നോക്കാട്ടെ. ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഉപയോഗിച്ച് നോക്കാം. കാരണം ഇതിൻ്റെ അകത്ത് കെമിക്കൽസ് ഒന്നുമില്ല, പ്രകൃതിദത്തമാണ് കേട്ടോ. ഇനി കറ്റാർ വാഴയുടെ പോള കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കാട്ടെ. എന്തായാലും അമേസിങ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഗൈസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.